ഡ്രൈനേജ് ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാർ വന്നു ഗൈസ്. അവരിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ലോറി അവിടെ നിൽക്കുന്നുണ്ട്. വന്നു അല്ലേ? എന്താ അവിടുന്ന് പൈപ്പ് ഇടാൻ പോവാണ്. ഞങ്ങൾ പുറത്ത് പോയി കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? നന്നായി ഉള്ളത് അങ്ങനെ വേണം. നന്നായി അതെ ഗൈസ്, ഇത് നിങ്ങളിത് കേൾക്കണം. അമ്മയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് ഏതായാലും ബൈക്കിൽ പോരാൻ പറ്റൂലല്ലോ. പുറത്ത് പോയി കഴിക്കാനും വയ്യ, ഈ ചിക്കൻ കടിച്ച് പറിക്കാനും വയ്യ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നാണ് നമ്മുടെ ഡ്രൈനേജ് വാട്ടർ അതുപോലെ തന്നെ വേസ്റ്റ് ഒക്കെ എടുക്കാൻ വരുന്ന ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ രാവിലെ 8 മണിക്ക് വിളിക്കൊണ്ടു. ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അമ്മ കഴിച്ചിട്ടുണ്ട്. അവർ വിളിച്ചു നോക്കി, എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അവർ വരുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. വന്നാൽ നല്ല കാര്യം. എത്ര നാളെന്ന് വെച്ചിട്ട് ഇതിങ്ങനെ വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുന്ന പരിപാടി. കുറേ ഇപ്പോൾ ഡ്രൈ ആയി. ഇനിയിപ്പോൾ ആരെങ്കിലും ബാത്റൂമിൽ പോവുകയാണെങ്കിൽ, ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, സ്മെല്ലും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അടുത്തുള്ള വീട്ടുകാർ കംപ്ലൈൻറ്റ് കൊടുക്കാൻ തുടങ്ങുമല്ലോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ഇഡ്ഡലി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ കഴിച്ചല്ലോ അല്ലേ? ഈ കാസറോളിലില്ലേ സാധനം? ഇഡ്ഡലി റെഡി. പൂ പോലുള്ള ഇഡ്ഡലി തന്നെയാണോ നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആണല്ലോ. വാവ്, പൊളി 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 പൊളി. ഡ്രൈനേജ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ ആൾക്കാർ രാവിലെ വരാമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഉച്ചയ്ക്കാണ് ഇപ്പോൾ അവർ വരാൻ പോകണം. ഉച്ച എന്ന് പറയാൻ പറ്റില്ല, ഉച്ച കഴിഞ്ഞു. ഒരു 3 മണിയൊക്കെ ആയി. ഈ നേരത്താണ് ഇപ്പോൾ അവർ നേരാക്കാൻ വരുന്നത്. രാവിലെ തൊട്ട് സ്മെല്ലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലേറ്റായിട്ട്. എന്താ ചെയ്യുക, പറഞ്ഞ പോലെ ചെയ്യേണ്ടേ അവർ. ഞാൻ അവരുടെ പിന്നാലെ ഓടട്ടെ. അവർ വഴി തെറ്റി ഇവിടെ കടന്ന് കറങ്ങുന്നുണ്ട്. ഡ്രൈനേജ് ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാർ വന്നു ഗൈസ്. അവരിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ലോറി അവിടെ നിൽക്കുന്നുണ്ട്. വന്നു അല്ലേ? എന്താ അവിടുന്ന് പൈപ്പ് ഇടാൻ പോവാണ്. ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടെയുള്ള കോൺക്രീറ്റൊക്കെ പൊട്ടിപ്പോവില്ലേ, അതുകൊണ്ട് അവിടുന്ന് ഇടാൻ പോവാണ്. ഇവിടെ മുമ്പ് വന്നതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അവരുടെ കോൺക്രീറ്റ് ഇട്ട പോർഷനൊക്കെ ഉടഞ്ഞു പോയി. അതുകൊണ്ട് അവിടുന്ന് പൈപ്പ് നീട്ടിയിട്ട് എടുക്കാമെന്നുള്ള പ്ലാനിലാണ്. അവിടെ ഉണ്ടല്ലോ കോൺക്രീറ്റ്, അതൊക്കെ പൊട്ടാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ട് അവിടെ നിന്നാൽ മതി എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ. அங்கே இருக்கு பாருங்களேன் அந்த தண்ணி, அது அவங்க ட்ரைனேஜ் ஃபுல்லாக எங்கள் சைடு தான் வருது. அதுக்கு தான் சண்டை ஆரம்பிச்சோம் நாங்கள் 2 பேரும். அந்த கல் எங்கள் கல், நாங்கள் வீடு டெமாலிஷ் பண்ணப்போ போட்ட கல் என்னமா கேட்டுட்டு எல்லாத்தையும் அங்கே போய் வச்சிருச்சு. எங்களுக்கே வந்து தலை அந்த இப்போ ஒடிக்கிறாங்களா வேஸ்ட்டு, அது இங்கே ஒட்டினா கூட நம்ம மேலே ஏறி வந்துடுவோம். வாயே திறக்க முடியாது. அந்த எம்டியில் கூட ஏற்றிடுவோம். நம்ம ரோடு ஆயிடுச்சுன்னா இறங்கிடுவோம் டயர் அப்படியே. காமெடி என்னன்னா அந்த கல் மொத்தமே எங்க கல் வீடு. நான் பார்த்தேன் அது பண்ணி எங்களுக்கே வந்து அந்த அம்மா வந்து சண்டை எங்ககிட்டே வருது. வீடு 3-4 ദിവസമായിട്ടുണ്ടായിരുന്ന തലവേദനയ്ക്ക് എൻ്റെ ആയി. മൊത്തം ഡ്രൈനേജ് ക്ലീൻ ചെയ്തു. അവരിതാ റീപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീപാക്കല്ല, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിൽ താങ്ങാൻ പറ്റണില്ല, അതുകൊണ്ട് അങ്ങോട്ട് സൈഡിലേക്ക് നിൽക്കണം. അവരിതാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ. ഈ കൈൻ്റെ മുകളിലും നിങ്ങൾ മുറിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ പൊള്ളിയിട്ട്. എന്താ ഇപ്പോൾ മറ്റേ കൈൻ്റെ മുകളിലും അതോടെ അത് മാറി തുടങ്ങിയില്ലേ? നിങ്ങൾക്ക് എന്താ മുറിയാക്കൽ തന്നെ ഒരു തൊഴില? അടുത്ത മുറി അടുപ്പത്തേക്ക് പോകണ്ടെന്ന് അതാ പറയണത്. ഞാൻ ചെയ്തോളാന്ന് തന്നില്ലേ? ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചാൽ എന്താ ചെയ്യുക? വലിയ പൊള്ളല്, കഷ്ടം തന്നെ. അങ്ങനെ ഡ്രൈനേജ് ഒക്കെ മൊത്തം ക്ലീനായി. ഇനി എത്ര വേണേലും അപ്പിട്ടോളൂ. അപ്പിടണത് എന്താ അത്ര വലിയ തെറ്റാ? ഈ വ്ളോഗിൽ വന്നിട്ട് അപ്പിടുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണോ? അയ്യയ്യയ്യേ, ഭയങ്കര നാണക്കേട്. അതത്ര മോശം കാര്യമാണോ? നിങ്ങൾ കമന്റ് ചെയ്യേ. കുറേ നേരമായിട്ടൊരു വർക്കിലാണ്. ഒരു ഡോഗിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം. ഇത് ചവച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങൾക്ക് ചിക്കൻ ഫ്ലേവേർഡാണ്. അപ്പോൾ പിന്നെ ഇരുന്ന് ചവച്ചോളും സാധനം നായകൾ.
അപ്പോൾ അതാണിത് പരിപാടി. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, എങ്ങോട്ടാ? ഫുൾ ബാഗൊക്കെ ഉണ്ടല്ലോ. മറന്നോ? എവിടേക്ക്? ആ, പുറത്ത് പോയി ഞം 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 ആയിരിക്കും മാഡം ഉദ്ദേശിച്ചത്. ആണോ? വേഗം പോയി വരാം. ഇപ്പൊ 7 മണിയാണ്. ഞാൻ ഇപ്പൊ അതാ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അല്ല, അമ്മയ്ക്ക് വേണ്ടിട്ട്. അമ്മയുടെ ദോശ ഉണ്ടാക്കി. കഴിഞ്ഞല്ലോ, പോവാലോ ഇപ്പൊ. എന്നാ പോവാ. അമ്മൂന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞാൻ ഈ കോലൊക്കെ ഒന്ന് മാറ്റട്ടെ, എന്തെങ്കിലും ട്രൗസർ കയറ്റിട്ടിട്ടേ പോയിട്ട് വരാം. ഈ പടം തന്നെ. ഇതും എൻ്റെ ഉസ്താദ് പറഞ്ഞ പടം. മീനൊന്നും ഇല്ല ഇതിൽ വേറെ ആരൊക്കെയാണ്. അപ്പൊ നമുക്ക് എനിക്ക് ട്രൗസർ ഇടണം. ദേ ഒരാൾ റെഡി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങണോ. ഇന്നൊരു രസം ഉണ്ടായി ഗൈസ്. എന്താ സംഭവം എന്നറിയോ? ഇന്ന് നടന്ന് തിന്നുകയായിരുന്നു അല്ലേ? എന്താ നടന്ന് തിന്നുകയെന്ന് പറയാൻ കാരണം എന്നറിയോ? ആദ്യം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഞങ്ങളവിടുന്ന് ബിരിയാണി ഓർഡർ ചെയ്തു, ഗ്രിൽഡ് ചിക്കൻ ഓർഡർ ചെയ്തു. ഒരു വസ്തുവിനും കൊള്ളില്ല, വായിൽ വയ്ക്കാൻ കൊള്ളില്ല. ഞങ്ങൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് SS ബിരിയാണി പോകാനാണ്. അവിടെ ഡൈനിങ് ഇല്ല എന്ന് പറഞ്ഞു. പാർസലുണ്ട്, പക്ഷെ ഞങ്ങൾക്കൊരു ആംബിയൻസ് ആണ് വേണ്ടത്. അപ്പം അതിനടുത്ത് ക്രസൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ പോയി. യൂഷ്വലായിട്ട് നല്ല ഭക്ഷണം തന്നെയാണ്, കൊള്ളില്ല, ഒട്ടും കൊള്ളില്ലായിരുന്നു. ഇതിന് ശേഷം അടുത്ത സ്ഥലത്ത് പോയി സൂപ്പ് കുടിക്കാന്ന് എഴുതിയിട്ട് പോയതാണ് അവിടേക്ക്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ നല്ല കഫുള്ളതുകൊണ്ട് കുറച്ച് പെപ്പറൊക്കെ ഇട്ടിട്ട് സൂപ്പ് കുടിക്കാന്ന് എഴുതി പോയതാ. അവിടെ പോയപ്പോ സൂപ്പ് ഒരുമാതിരി ചിക്കൻ കറി മാതിരി ഉണ്ടാക്കി വെച്ചിരിക്കണം. മൊത്തം മസാലയൊക്കെ ഇട്ടിട്ട് വായിലേക്ക് വെക്കാൻ കൊള്ളില്ല. അത് അങ്ങനെ അതിങ്ങനെയായിട്ട് അതും കൊള്ളായി. അപ്പൊ പിന്നെ അടുത്ത ഒരു കടയിലേക്ക് പോയി. അവിടെ പോയിട്ട് കുറച്ച് ചിക്കൻ പക്കോട കഴിക്കാൻ എഴുതിയിട്ട് അത് കഴിച്ചു. അത് മാത്രമാണ് സാറ്റിസ്ഫൈഡ് ആയത്. അത് മാത്രമാണ് സാറ്റിസ്ഫൈഡ് ആയത്. എനിക്കിഷ്ടായി. അതെന്തൊക്കെ അങ്ങനെ പറയണേ? അങ്ങനെയാണ്. ഞങ്ങള് പുറത്തു പോയി കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? നന്നായി ഉള്ളത് അങ്ങനെ വേണം. നന്നായി. അതൊക്കെ ഇത് നിങ്ങളിത് കേൾക്കണം. അമ്മയ്ക്ക് തീരെ പിടിച്ചിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് ഏതായാലും ബൈക്കിൽ പോരാൻ പറ്റൂലല്ലോ. പുറത്തു പോയി കഴിക്കാനും വയ്യ, ഈ ചിക്കൻ കടിച്ച് പറിക്കാനും വയ്യ. അങ്ങനെ വേണം. കുശുമ്പായിരിക്കും തോന്നുന്നുണ്ട്. കുശുമ്പാണോ? വെറുതെ പറയാട്ടോ, വെറുതെ ഞങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അങ്ങനെ വേണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്. വയറ് സുഖമല്ല, വേഗം പോട്ടെ. ബായ്.